ഹണി ട്രാപ്പ് സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അവരുടെ വലയിൽ വീണാൽ ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിയും പണം തട്ടുന്ന സംഭവങ്ങളും ഉണ്ടാകാം. പാലക്കാട് ഹണി ട്രാപ്പ് സംഘത്തിൻ്റെ കെണിയിൽ കുടുങ്ങിയത് ഒരു ജ്യോത്സ്യനാണ്. വീട്ടിലെ ദോഷം തീർക്കാൻ പൂജ ചെയ്യാനെന്ന വ്യാജേന ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ ജ്യോത്സ്യനെ എത്തിച്ച് പണം തട്ടാൻ ശ്രമിച്ചത്. കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശികളായ മൈമൂന, ശ്രീജേഷ് എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച വൈകിട്ട് മൈമുനയും ഒരു യുവാവും ചേർന്ന് കൊല്ലങ്കോട്ടെ ജോൾസിന്റെ വീട്ടിലെത്തി പൂജയ്ക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നുമായിരുന്നു ആവശ്യം. അതനുസരിച്ച് ബുധനാഴ്ച രാവിലെ 11ഓടെ കൊഴിഞ്ഞാമ്പാറയിലെത്തിയ ജോൾസിനെ 2 യുവാക്കൾ ചേർന്ന് കല്ലാണ്ടിച്ചുള്ളയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടേറെ കേസുകളിൽ പ്രതിയായ എൻ പ്രതീഷിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. വീട്ടിലെത്തി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ പ്രതീഷ് ജോൾസിനെ അസഭ്യം പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ച് വിവസ്ത്രനാക്കുകയും ചെയ്തു. ഈ സമയം നഗ്നിയായി മുറിയിലെത്തിയ മൈമുനയെ ജോൾസിനൊപ്പം നിർത്തി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ചു. ജോൾസിന്റെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും പണവും ഇവർ കൈക്കലാക്കി. തുടർന്ന് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. 20 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ബന്ധുക്കൾക്ക് നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കുമെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നുമായിരുന്നു ഭീഷണിയെന്ന് ജോൾസിന്റെ പരാതിയിൽ പറയുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇവർ പുറത്തുപോയ തക്കത്തിന് പിന്നാലെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ജോൾസൻ പോലീസിനോട് വെളിപ്പെടുത്തി. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.